കരുതിക്കൂട്ടിയുള്ള ആക്രമണം. അതായത് എന്റെ വണ്ടി നമ്പറും എന്റെ ഫോട്ടോയും അവരുടെ കയ്യിലുണ്ട്. അവർ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ആയിട്ടാണ്. വണ്ടി എടുത്തിട്ട് വണ്ടി ടേൺ ചെയ്ത് റോഡിന്റെ നടുക്കെത്തിയപ്പോഴത്തേക്ക് ഒരു ഓട്ടോക്കാരൻ വന്ന് ഗ്ലാസ് തട്ടിയിട്ട് ഡോർ തുറക്കാൻ പറഞ്ഞു. ഡോർ തുറന്നപ്പോഴത്തേക്ക് അവർ അറ്റാക്ക് ചെയ്യാനുള്ള ഇതായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചു. ഇല്ലാത്ത ഭാഗം വെച്ചപ്പം ഇടിക്കട്ട വെച്ചിട്ട് തലയിൽ ഇടിച്ചു. പിന്നെ വടിവാള് കൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ചു. പോലീസിന്റെ ഭാഗത്ത് വൻ അനാസ്ഥയാണ്. കാരണം ഇത്രയും മാരകമായ ആയുധം ഉപയോഗിച്ച് തലയിൽ ആക്രമിച്ച് മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ റിപ്പോർട്ടുള്ള ഒരു കേസിൽ ഇവര് വധശ്രമം എന്ന് പറയുന്ന ഒഫൻസ് ആഡ് ചെയ്തിട്ടില്ല, ഒന്നും ആഡ് ചെയ്തിട്ടില്ല. വെറും ഒരു തല്ലിൽ ചെറിയ ചെറിയ ജാമ്യം കിട്ടുന്ന വകുപ്പുകളിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ വെച്ച് ഒരു ഊബർ ഡ്രൈവറെ ഓട്ടോ തൊഴിലാളികൾ കൂട്ടമായി ചേർന്ന് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് വന്നിരുന്നു. ഇതിന് പിന്നിലുള്ള കാരണം എന്താണ് എന്നുള്ള സംശയമാണ് നിലവിലിപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ ഊബർ ഡ്രൈവറെ കൂട്ടമായി ആക്രമിക്കുന്ന ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരിക്കുകയാണ്. ആദ്യം നമുക്ക് ആ ദൃശ്യം കാണാം. വണ്ടിക്കകത്ത് അടിക്കണ്ടായിരിക്കും. നീ വീഡിയോ എടുത്തു. നീ ഇപ്പൊ സ്റ്റാൻഡിനകത്ത് വണ്ടി എല്ലാ വീഡിയോ എടുത്തു. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് 10ഓളം വരുന്ന ഓട്ടോ ഡ്രൈവർമാർ ഈ ഊബർ ടാക്സി ഡ്രൈവറെ കൂട്ടമായി ആക്രമിക്കുന്നത് വ്യക്തമാവുകയാണ്. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിടാനുള്ള കാരണം എന്നുള്ള ചോദ്യം ഉയർന്നു വരികയാണ്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ ഊബർ ടാക്സി ഡ്രൈവറായ കൊല്ലം കുണ്ടറ സ്വദേശിയായ ഫെഡറിക് എന്ന 26-കാരൻ മറുനാടനോട് വിശദീകരിക്കുകയാണ്. അദ്ദേഹം ടെലിഫോൺ ലൈനിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. സമയം ഒരു 10:30 ശ്രീ അനന്തപത്മനാഭ സ്വാമി ടെമ്പിളിന്റെ അവിടെ എന്റെ വണ്ടിയിലുണ്ടായിരുന്ന 4 നോർത്ത് ഇന്ത്യൻ ഗസ്റ്റിനെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് വണ്ടി സ്റ്റോപ്പ് ആക്കുന്നു. മറ്റുള്ളവർക്ക് തടസ്സം റോഡ് ബ്ലോക്ക് ആവാതിരിക്കാനായിട്ട് ജസ്റ്റ് സൈഡ് ചേർത്താണ് നിർത്തിയത്. ഞാൻ നിർത്തിയതിന്റെ 50 മീറ്റർ ഫ്രണ്ടിലാണ് ഓട്ടോ സ്റ്റാൻഡ് ഉള്ളത്. പക്ഷേ മുൻകൂട്ടി കരുതിക്കൂട്ടിയുള്ള ആക്രമണം. അതായത് എന്റെ വണ്ടി നമ്പറും എന്റെ ഫോട്ടോയും അവരുടെ കയ്യിലുണ്ട്. അവർ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ആയിട്ടാണ്. കാരണം യൂബറിന്റെ വേറൊരു പ്രശ്നം കാരണം. അപ്പൊ അവർ ആ വണ്ടി നമ്പർ നോക്കിയപ്പോ ആ വണ്ടി, അപ്പൊ അവർ ഇങ്ങോട്ട് വന്ന് എന്റെ വണ്ടിയിൽ ഡോർ അടിച്ചിട്ട് പറഞ്ഞു, ഇവിടെ നിനക്ക് പിക്കപ്പ് ചെയ്യാനോ ഡ്രോപ്പ് ചെയ്യാനോ ഉള്ള പെർമിഷൻ ഇല്ല, ഇത് ഞങ്ങളുടെ സ്റ്റാൻഡാണ്, സ്റ്റാൻഡിനകത്താണ് നീ വണ്ടി നിർത്തിയിരിക്കുന്നത്, വണ്ടി എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ ഗസ്റ്റ് ഇറങ്ങി അപ്പൊ തന്നെ വണ്ടി മാറ്റാന്ന് പറഞ്ഞു. ഇവരിറങ്ങാതെ നിനക്ക് മാറ്റാൻ പറ്റത്തില്ല, സ്റ്റാൻഡാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവന്മാര് ഭയങ്കര റാഷായി. അപ്പൊ ഞാൻ എന്റെ ഫോണിൽ വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോ ഇവര് പറഞ്ഞു, നീ നന്നായിട്ട് എടുക്കട, എന്റെ ഫേസ് നന്നായിട്ട് എടുക്കാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. വണ്ടി ഇറങ്ങി ജസ്റ്റ് ടെമ്പിളിലോട്ട് പോകുന്ന ടൈം 4 ലേഡീസ് ഉണ്ടായിരുന്നു. അവരിങ്ങനെ ജസ്റ്റ് ക്രോസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു, ഇവര് പോയില്ലേ വണ്ടി എടുത്തിട്ട് മാറുന്നു പറഞ്ഞിട്ട് അവർ വണ്ടി എടുത്തൊന്നും മാറുന്നില്ല. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഡോർ തുറന്നു ഇറങ്ങി. ഞാൻ പുറത്തിറങ്ങിയിട്ട് അവരെയൊക്കെ ജസ്റ്റ് പറഞ്ഞ് പിടിച്ച് മാറ്റിയതിനു ശേഷം വീണ്ടും രണ്ടാമത് ഞാൻ വണ്ടി എടുത്തിട്ട് വണ്ടി ടേൺ ചെയ്ത് റോഡിന്റെ നടുക്കെത്തിയപ്പോഴത്തേക്ക് ഒരു ഓട്ടോക്കാരൻ വന്ന് ഗ്ലാസ് തട്ടിയിട്ട് ഡോർ തുറക്കാൻ പറഞ്ഞു. ഡോർ തുറന്നപ്പോഴത്തേക്ക് അവർ അറ്റാക്ക് ചെയ്യാനുള്ള ഇതായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചു. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവരൊരു 10ഓളം ആൾക്കാർ എന്നോട് ഫൈറ്റ് ചെയ്തു. അവരെന്താ ചെയ്തത്? താങ്കളെ എന്താ ചെയ്തത്?
CCTV ഇല്ലാത്ത ഭാഗം എത്തിയപ്പം ഇടിക്കട്ട വെച്ചിട്ട് തലയിൽ ഇടിച്ചു, പിന്നെ വടിവാള് കൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ചു. വടിവാളൊക്കെ ഈ ഓട്ടോയിൽ നിന്നാണോ പിന്നെ ഓട്ടോക്കാരെ എടുത്തത്? അതെ അതെ, അവര് കരുതി കൂട്ടി വെച്ചിരുന്നതാണ്. ഓട്ടോയ്ക്കകത്ത് തന്നെ എന്തോ ഒരു വെക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. വടിവാളുണ്ടായിരുന്നു, ഇടിക്കട്ട ഉണ്ടായിരുന്നു. അതിൽ ഇടിക്കട്ട ഞാൻ ബലമായിട്ട് പിടിച്ചു മേടിച്ചു. ബാക്കി ഈ വെട്ടിയ ആൾക്കാരൊക്കെ പെട്ടെന്ന് ഓട്ടോയിൽ കയറി മുങ്ങിക്കളഞ്ഞ ആ പരിസരത്തു നിന്ന് പോയി. അവരൊക്കെ ഒളിവിലാണ്. പിന്നെ ഇതിനകത്ത് പോലീസിന്റെ ഭാഗത്ത് വൻ അനാസ്ഥയാണ്. കാരണം ഇത്രയും മാരകമായ ആയുധം ഉപയോഗിച്ച് തലയിൽ ആക്രമിച്ച് മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ റിപ്പോർട്ടുള്ള ഒരു കേസിൽ ഇവര് വധശ്രമം എന്ന് പറയുന്ന ഒഫൻസ് ആഡ് ചെയ്തിട്ടില്ല, ഒന്നും ആഡ് ചെയ്തിട്ടില്ല. വെറും ഒരു തല്ലിലേക്ക് ചെറിയ ചെറിയ ജാമ്യം കിട്ടുന്ന വകുപ്പുകളിലാണ് ആഡ് ചെയ്തേക്കുന്നത്. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോക്കാരുടെ യൂണിയൻ അത്ര സ്ട്രോങ് ആണ്. അവര് പല രീതിയിൽ കള്ളക്കേസ് കൊടുത്തു. ഞാൻ ഓട്ടോക്കാരന്റെ കാലയിൽ വണ്ടി കയറ്റി എന്നുള്ള രീതിയിൽ കള്ളക്കേസ് കൊടുത്തു. പിന്നെ ഞാൻ മദ്യപിച്ചിട്ട് വണ്ടിയായിട്ട് വന്നു കള്ളക്കേസ് കൊടുത്തു. മദ്യപിച്ചിട്ട് വന്നതാണെങ്കിൽ എന്റെ ബ്ലഡ് ടെസ്റ്റ് എടുത്ത് അറിയാൻ പറ്റും. ഞാൻ മെഡിക്കൽ കോളേജിലാണ് പോയത്, ഹോസ്പിറ്റലിൽ തന്നെയാണ് പോയത്, അല്ലാതെ വേറെ എങ്ങോട്ടല്ല പോയത്. ഓക്കെ, അവരെ കള്ളക്കേസ്, അതായത് കാലെ വണ്ടി കയറിയെന്ന് പറഞ്ഞ ഓട്ടോക്കാരൻ പോലീസ് സ്റ്റേഷനിൽ പോലും വന്നിട്ടില്ല. പിന്നെ ഞാൻ തന്നെ പരാതി കൊടുത്തോ? എനിക്ക് ഇതിനകത്തുണ്ടായ ലോസുകൾ ഞാൻ പറഞ്ഞുതരാം. എന്റെ കഴുത്തിൽ കിടന്നൊരു ചെയിൻ, ഏകദേശം 2 പവന്റെ അടുത്ത് 1.25 പവൻ വരുന്ന ഗോൾഡിന്റെ ചെയിൻ നഷ്ടപ്പെട്ട്. ഓക്കെ, അതേപോലെ തന്നെ എന്റെ ഫോണിന് ചെറിയ ഡാമേജ് വെച്ചു. ഞാൻ പരാതി കൊടുക്കാനായിട്ട്, എന്റെ പരാതി മേടിച്ചാലല്ലേ നമുക്ക് പരാതി കൊടുക്കാൻ പറ്റൂ. ആകപ്പാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ വന്ന് എന്റെ ഇന്റിമേഷൻ എടുത്തോണ്ട് പോയി. എനിക്ക് ഹോസ്പിറ്റലിൽ ഞാൻ CT സ്കാനിൽ കിടക്കുന്ന സമയത്ത് ഇത് വായിച്ചു പോലും നോക്കാതെ എന്നെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു പോലീസ്. അതായത് വയ്യാതൊരു അപൂർവാവസ്ഥയിൽ കിടക്കുന്ന എന്നെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് അവർ കൊണ്ടുപോയി. എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇവർക്ക് ഫേവറബിൾ ആവുന്ന രീതിയിൽ FIR ഉണ്ടാക്കി, ഓട്ടോക്കാരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. ഇത് സെയിം ഇഷ്യൂ 2-ാം തീയതി ഇതിനു മുമ്പത്തെ പ്രീവിയസ് ഇഷ്യൂ കോവളത്ത് നടന്നു. പക്ഷെ കോവളത്ത് പോലീസുകാർ നല്ല രീതിയിൽ കോഓപ്പറേറ്റീവ് ആണ്. അവര് വേറെ ഈ ടാക്സി യൂണിയന്റെയോ പാർട്ടിക്കാരുടെയോ ഒന്നും വഴങ്ങിയിട്ടല്ല, അവര് മര്യാദയുള്ള രീതിയിൽ കേസെടുത്തിട്ടുണ്ട്. പക്ഷെ പോർട്ട് പോലീസ് സ്റ്റേഷനിലാണ്, അതും സർക്കിളിൽ നിന്നും കുഴപ്പമില്ല. അവിടുത്തെ യൂണിഫോം ഇല്ലാത്ത മസ്തിയിലുണ്ടായിരുന്ന അത് ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണെന്ന് അറിയത്തില്ല. ആ പുള്ളിക്ക് എന്നോട് ഭയങ്കര ദേഷ്യം, എന്തോ മുൻജന്മ വൈരാഗ്യം ഉള്ളതുപോലെ പറയുന്നത്. നീ സ്ഥിരം പ്രശ്നക്കാരനാണ്, നിന്റെ പേരിൽ കോവളത്ത് കേസുണ്ട്, അതാണ് കാണുന്നത്. കോവളത്ത് ഞാനാണ് കേസ് കൊടുത്തത്. കോവളം പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ ഒരു കേസ് പോലും ഇല്ല. എന്റെ പേരിൽ ക്രിമിനൽ കേസ് ഉണ്ടെങ്കിൽ എനിക്ക് യൂബർ ഓടാൻ സാധിക്കത്തില്ല. ഞങ്ങൾക്ക് PCC ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടാണ് ഞാൻ യൂബർ ഓടുന്നത്. ഇവരൊരുമാതിരി ഭയങ്കര ക്രിമിനലിനെ കാണുന്ന പോലെ എന്നെ കാണുന്നു. അതേപോലെ തന്നെ എവിഡൻസ് പോലീസുകാർ നശിപ്പിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എനിക്കിപ്പം വരാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല, ഞാനിപ്പോ ചെന്നൈയിലാണുള്ളത്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഫ്രീ ആകുമ്പം ഒരു അഡ്വക്കേറ്റ് വഴി കമ്മീഷണർ ഓഫീസിൽ പോയിട്ട് സിറ്റി പോലീസ് കമ്മീഷണറെ കണ്ട് എനിക്കുണ്ടായ അനുഭവം പറഞ്ഞ് അതൊന്ന് കംപ്ലൈന്റ് കൊടുക്കാനായിട്ടൊരു ഇതുണ്ട്. അത് അവിടെ നിന്ന് നീതി കിട്ടുമോന്ന് അറിയത്തില്ല. ഈ അന്ന് ഈ വാഹനം നിർത്തിയപ്പോ ഈ ഓട്ടോ തൊഴിലാളികൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ പ്രശ്നം ഉണ്ടാകാനുള്ള മെയിൻ കാരണം എന്താണ്? അവര് പറഞ്ഞ സ്റ്റാൻഡിൽ വണ്ടി നിർത്തിയെന്നാണ്. ഞാൻ റോഡിന്റെ സൈഡിലാണ് നിർത്തിയിരുന്നത്. സ്റ്റാൻഡ് അവിടെ നിന്ന് ഒരു 50 മീറ്റർ ഫ്രണ്ടിലാണ്. ഞാൻ വേണേ ആ വീഡിയോയും കാര്യങ്ങളും ഒക്കെ അയച്ചു തരാം. കറക്റ്റ് എല്ലാ വീഡിയോയും ഉണ്ട്, എനിക്ക് ഇഞ്ചുറി പറ്റിയ വീഡിയോ ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ മാല കാണാനില്ല. ഈ താങ്കൾക്ക് മറ്റെന്തെങ്കിലും പരിക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു? എനിക്ക് തലയിലാണ് പരിക്ക് മൊത്തം കിട്ടിയിരിക്കുന്നത്. ആയുധം വെച്ചുള്ള ആക്രമണം. ശരി, ഇവരെ മുൻ പരിചയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ താങ്കൾക്ക്? ഈ ഓട്ടോക്കാരെ മുൻ പരിചയമില്ല, പക്ഷെ കോവളത്ത് വിഷയം ഉണ്ടാക്കിയ ഒരാൾ ഇതിനകത്തുണ്ട്. ആ പുള്ളിയാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം. ഇത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പ്രശ്നമാണ്. പിന്നെ പ്ലാനഡ് ആയിട്ടുള്ള ഒരു അബ്ജക്റ്റാണ്. കാരണം ഇതിനു മുമ്പ് പത്മനാഭസ്വാമി ടെമ്പിളിന്റെ അവിടെ പോയി ഇതേ സെയിം സ്പോട്ടില് 10-ൽ കൂടുതൽ പ്രാവശ്യം ഞാൻ വണ്ടിയിൽ ആളെ ഡ്രോപ്പ് ചെയ്തിട്ട് എന്റെ അടുത്ത് ഇതുവരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ആക്രമിക്കുന്ന സമയത്ത് ഈ യാത്രക്കാര് പിന്നെ വാഹനത്തിൽ ഉണ്ടായിരുന്നോ? യാത്രക്കാര് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് സാക്ഷികളാണ്. അവര് കൺമുമ്പിലാണ് നടക്കുന്നത്. പക്ഷെ അവര് നോർത്ത് ഇന്ത്യൻസ് ആണ്. അവരുടെ ഡീറ്റെയിൽ എല്ലാം പോലീസ് സ്റ്റേഷൻ എഴുതി മേടിച്ചു. അവര് വിറ്റ്നസ് ആണ്. അതേപോലെ തന്നെ അവിടെ ഓട്ടോക്കാരല്ലാതെ ലോട്ടറി വിൽക്കുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്ന കുറെ അവിടെ അമ്പലത്തിൽ വന്ന കുറെ വിറ്റ്നസുകളുണ്ട്, സാക്ഷികളുണ്ട്. ഓക്കെ, ഓട്ടോക്കാരെല്ലാം ഒരൊറ്റ കെട്ടാണ്. അവരൊരു 100 പേര് ഒരുമിച്ച് എനിക്കെതിരെ ഈ കുറുമ്പും കൂടെ ഇളകിയ കണക്ക് അവരൊരു യൂണിറ്റ് ഉണ്ട്. പിന്നെ ഞങ്ങളുടെ യൂണിയൻ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ
അത് എന്താണെന്ന് അറിയത്തില്ല. യൂണിയൻ അവർ ഇടപെടുന്നെങ്കിൽ അവര് പാർട്ടി പരമാക്കുന്ന രീതിയിൽ നമ്മളുടെ മുന്നോട്ട് പോകണം, അങ്ങനത്തെ രീതിയിലൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഇത് സ്വന്തം വാഹനമാണോ ഫെഡറിക്കിന്റെ? അതെ അതെ, എന്റെ സ്വന്തം വാഹനമാണ്. അന്ന് എങ്ങനെയാണ് ഇവിടുന്ന് ഇങ്ങനെയാണ് രക്ഷപ്പെട്ടത്? എങ്ങനെ രക്ഷപ്പെട്ടെന്നാ? അതെ. അല്ല, അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആയി. അതിന്റെ ഇടയ്ക്ക് എനിക്ക് ഇഞ്ചുറി കിട്ടിയപ്പോഴത്തേക്ക് അവന്മാര് മുങ്ങി അവിടുന്ന്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് പിന്നെ പോലീസ് ആ പത്മനാഭ ടെമ്പിളിന്റെ അകത്തുള്ള സെക്യൂരിറ്റീസ് വന്നു, അപ്പുറത്തുള്ള പോലീസൊക്കെ വന്നു എന്റെ അടുത്ത് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. താലൂക്ക് ഹോസ്പിറ്റലിലാണ് ഫസ്റ്റ് പോകുന്നത്. താലൂക്ക് ഹോസ്പിറ്റലിൽ പോയപ്പം ഞാൻ വൊമിറ്റ് ചെയ്തു. അപ്പൊ ഹെഡ് ഇഞ്ചുറി ഉണ്ടെന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. അവിടുന്ന് 108 ആംബുലൻസിൽ മെഡിക്കൽ കോളേജിൽ പോയി. എന്റെ വണ്ടിയിൽ ഗസ്റ്റിന്റെ ലഗേജ് ഇരിക്കുക, 4 പെൺകുട്ടികളുടെ, അവർക്ക് ഫ്ലൈറ്റ് ഉള്ളതാണ്. ഞാൻ സ്കാനിങ്ങിന് ഇത്ര ടൈം എടുക്കുമെന്ന് പറഞ്ഞപ്പം തലയിൽ സ്റ്റിച്ച് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ നേരെ അവിടുന്ന് ഒരു യൂബർ ബുക്ക് ചെയ്ത് നേരെ പത്മനാഭ ടെമ്പിളിൽ വന്ന് വണ്ടിയിൽ AC ഇട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. കസ്റ്റമർ വിളിച്ചപ്പം അത് കസ്റ്റമർ വന്ന് ഡോർ തുറന്ന് വണ്ടി കയറിയപ്പോഴത്തേക്ക് നേരെ പോലീസുകാർ വന്ന് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു, സാറേ ഞാനിതൊന്നും ചെയ്തിട്ടില്ല. അവരൊന്നും ചോദിച്ചു, നീ ഏത് ഓട്ടോക്കാരുടെ കാലെ വണ്ടി കയറ്റി നീ വണ്ടി ഇടിപ്പിച്ചിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു പറഞ്ഞ് എന്നെ പോലീസ് കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു, സാറേ അങ്ങനല്ല, ഇങ്ങനെയാണ് സംഭവം, എന്നെ അവര് തല്ലിയതാണ്, ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് വന്നതാണ് എന്റെ ഗസ്റ്റിനെ ഇതാക്കാൻ വേണ്ടിയിട്ട്, അവരെ ലഗേജ് റിലീസ് ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്റെ ഗസ്റ്റിനെ അടക്കം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവരെ അവിടെ കുറെ നേരം നിർത്തിയിട്ടിട്ട് സൈൻ ചെയ്തിട്ടൊക്കെയാണ് ഗസ്റ്റിനെ. അന്നത്തെ എന്റെ ഓട്ടം തന്നെ ക്യാൻസൽ ആയി. എനിക്ക് വേറെ വണ്ടി അറേഞ്ച് ചെയ്ത് വിടേണ്ട അവസ്ഥ വന്നു. വാഹനത്തിന് എന്തെങ്കിലും കേടുപാട് അവര് സംഭവിച്ചിരുന്നോ? വാഹനത്തിന് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് അവന്മാര് ഇടിച്ച് ചളക്കിയിട്ടുണ്ട്. ഫ്രണ്ടർ എന്ന് പറയുന്ന സാധനം കൈവച്ചടിച്ച് ചളിച്ചിട്ടുണ്ട്. എന്തായാലും ഫെഡറിക് നമ്മളോട് വ്യക്തമാക്കുന്നത് 10ഓളം വരുന്ന ഈ ഓട്ടോ തൊഴിലാളികൾ എന്നെ ആക്രമിക്കുകയായിരുന്നു. അതായത് വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധം എടുത്തുകൊണ്ടാണ് ആക്രമണം അഴിച്ചു വിട്ടത് എന്നുള്ളതാണ്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.